ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 3 വെണ്ടക്കായും 1 തക്കാളിയും വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇത്രയും പോന്ന വാളംപുളി ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഇത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിരുമ്മിയിട്ട് കുതിർത്താനിടാം. അപ്പോൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ 1/2 കപ്പ് പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പ് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 3 വിസിലടിച്ചിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇനി മുളകും മല്ലിയൊന്നും ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം. ഓണാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിട്ട് വരുമ്പോഴേക്കും അടിഭാഗമൊക്കെ കരിഞ്ഞു വരും. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മുളകും മല്ലിയും ചൂടാക്കിയിട്ട് സാമ്പാർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാവുക. ഇപ്പോൾ മുളകും മല്ലിയും ചൂടായി വന്നിട്ടുണ്ട്, നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ മുളകും മല്ലിയും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരം എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നാളികേരം എല്ലാം മാറ്റിയിട്ട് ഇതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. ഈ ഓയിലിലേക്ക് ഞാൻ 3 വെണ്ടക്കായ ഇതുപോലെ പീസാക്കിയിട്ടുള്ളത് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായി ഒന്ന് വെണ്ടയ്ക്ക ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ വെണ്ടക്കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കുന്ന പാത്രം എടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള വെണ്ടക്കായ ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കാം. ഇനി സാമ്പാറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കായം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള കായമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടുള്ളത് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെണ്ടക്കായും തക്കാളിയും ഉള്ളിയെല്ലാം തന്നെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്കായും തക്കാളിയെല്ലാം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള പുളി നന്നായി ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുളി കുറേശ്ശെ ചേർത്താൽ മതി. ആവശ്യത്തിന് പുളി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരം വറുത്തത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നാളികേരം ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉപ്പോ പുളിയോ വല്ലതും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഒന്നും കൂടി നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഈ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇത്ര ഒരു ലൂസായിട്ട് വേണം, കാരണം ഇത് ചൂടാറുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.